നമുക്കിന്നേ കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പുഴുങ്ങാൻ വെക്കുവാണേ, രാത്രിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കക്ക നല്ലപോലെ കഴുകിയിട്ട് പുഴുങ്ങാൻ വെക്കുവാണ് കേട്ടോ. ഞാൻ ഈ തൊണ്ടോടുകൂടിയുള്ള കക്ക രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടാ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അഖിലിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇതേ കക്ക വെന്ത് നല്ലപോലെ വായൊക്കെ തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ട് ചൂടാറാൻ വെച്ചു. അപ്പോൾ ഇതേ കക്കയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഞാനത് തൊണ്ട് കളഞ്ഞിട്ട് കക്കയിറച്ചി എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. കക്ക കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് കക്കയാണ്, തൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തു. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കക്കയിറച്ചി കണ്ടപ്പോൾ അത് ഫ്രൈ ചെയ്ത് ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കക്കയിറച്ചി, പിന്നെ രാവിലത്തെ ചെറുപയർ കറി ഉണ്ടായിരുന്നു അതും, പിന്നെ കുറച്ച് ഉപ്പിലിട്ട കാന്താരിയും കൂടി എടുത്തിട്ട് ചോറ് കഴിക്കുകയാണ്. സംഭവം കക്ക ഇറച്ചി കുറവാണെങ്കിലും അതുപോലെ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കക്കയിറച്ചി വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് എടുത്തിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കറി വെക്കാൻ പോകുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വെന്ത കക്കയിൽ കക്ക ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും, പിന്നെന്താ ഒരു സവാള അരിഞ്ഞതും, ഒന്നല്ല 2 സവാള അരിഞ്ഞതും, കുറച്ച് വേപ്പിലയും ഇഞ്ചി ചതച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങും കക്കയിറച്ചിയും സവാളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും എല്ലാം കൂടി ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സ്റ്റൗവിൽ. ഞാനപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി തേങ്ങ എടുത്ത് വറുത്തെടുത്തു. തേങ്ങ ബ്രൗൺ കളറായപ്പോഴേക്കും അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അരച്ചെടുക്കുകയാണ് കേട്ടോ. കക്കയിറച്ചി മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാക്കനാട് ഉണ്ടായിരുന്നപ്പോൾ അവനെപ്പോഴും പറയാമേ കക്കയിറച്ചി മേടിക്കുന്നത്. പക്ഷെ എനിക്ക് വാങ്ങാൻ പോകാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാക്കനാട് പോയാൽ കിട്ടും. ഇവിടെ വന്നപ്പോഴേക്കും ഇതുപോലെ മുഴുവൻ കാക്ക കിട്ടും, അല്ലെങ്കിൽ മീൻ കൊണ്ടുവരുന്ന അവരുടെയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വാങ്ങാറുണ്ട്, ഒന്നില്ലെങ്കിൽ പോയി വാങ്ങും കേട്ടോ. അപ്പോൾ ഇത് കക്കയും ഉരുളക്കിഴങ്ങും വേവുന്ന സമയം കൊണ്ട് അടുത്ത സ്റ്റവിൽ ഞാൻ കക്ക ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. ഉച്ചക്ക് ഞാൻ മോനും കൊടുത്തു, പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ പാകമാണെന്ന് നോക്കുന്നുണ്ട്. പുളിയിട്ടതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറക്കാൻ നേരത്ത് വെളിച്ചെണ്ണ അധികം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അരക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരക്കേണ്ടി വന്നു. അപ്പോൾ അരപ്പിൻ്റെ കളറ് ഇതാണ് കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വറുത്തരച്ച് വെച്ച കക്കയിറച്ചി ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്കയിറച്ചി ഫ്രൈയും അതുപോലെ കക്കയിറച്ചി വറുത്തരച്ച് വെച്ച
ഉരുളക്കിഴങ്ങ് കറിയും എല്ലാം കൂട്ടി രാത്രി ഊണ് കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബായ്.